ഹലോ ഗായ്സ്, ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ബസ് കയറിയപ്പോൾ അവിടെയുള്ളൊരു ഇക്ക കൊണ്ടുവന്നത് കേട്ടോ. ബസ്സിക്ക് ഇഫ്താറിന് നോമ്പറന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ ഒരു താത്താൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി. ഈ താത്ത കാണുന്ന പോലെ ഓട്ടോറിക്ഷ ഡ്രൈവറൊന്നും അല്ല കേട്ടോ. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, പക്ഷേ സ്വന്തമായിട്ട് ഓട്ടോ മേടിച്ച് സ്വന്തമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഒരു അക്കൗണ്ടൻ്റായിട്ടിരിക്കുന്ന ഒരു കമ്പനിയത്തെ ഒരു അക്കൗണ്ടൻ്റ് ആ താത്ത അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അക്കൗണ്ടൻ്റ് പ്രശ്നങ്ങളാണല്ലോ, അങ്ങനെ അവർ റിസൈൻ ഇട്ടിട്ട് സ്വന്തമായിട്ടൊരു പാഷൻ്റെ ബേസിൽ ഓട്ടോറിക്ഷ ഓടിക്കണതാണ് കേട്ടോ. ശരിക്കും ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് ഞാൻ പറയും. ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അധ്വാനിക്കണത്. അങ്ങനെ ഞങ്ങൾ അവിടെ മാങ്കാവ് ബ്രിഡ്ജിൻ്റെ അതിൽ കൂടെ നടക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായക്കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാ കടിയിൽ നിന്ന് രണ്ടെണ്ണം വെച്ച് മേടിച്ച് കായ്സ് ഞങ്ങൾക്ക് തിന്നാൻ പറ്റാണ്ട് നോമ്പറക്കുമ്പോൾ അങ്ങനെ അത് വെച്ച് നോമ്പറന്ന് പഴംപൊരി ഉണ്ടായിരുന്നു, ഉള്ളിവടനല്ല സോയാബീന്, ഉരുളൻകിഴങ്ങ് ബജ്ജി, ഈത്തപ്പഴം, ടാങ്ക്, പിന്നെ ക്രാബിന് എന്താ പറയുക, നെണ്ടിൻ്റെ ഒരു ബജ്ജി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ആ കാക്ക തന്ന ഇതുണ്ടായിരുന്നു കേട്ടോ, ഫ്രൂട്ട്. ഹലോ ഗൈസ്, നമ്മൾ നോമ്പ് തുറന്നിട്ട് ഒരു മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ പാലസിലാണ് പെട്ടെന്ന് ഒരാളെ കണ്ടുമുട്ടി. ഹലോ ഗായ്സ്, ഞങ്ങൾ മന്തി തിന്നാൻ പോവാണ് ഗായ്സ്. സൂര്യ അങ്ങനെ ഞങ്ങൾ മന്തി വയ്ക്കാൻ വന്നത് നമ്മുടെ മാങ്കാവിൻ്റെ സ്വന്തം അറേബ്യൻ പാലസിക്കാട്ടോ. സൂപ്പ് വന്നു, പിന്നുണ്ടല്ലോ മന്തി വന്ന് കായ്സ്. ഞാൻ എരിപെരിയാ പറഞ്ഞ ഓള് ഹണിയാ പറഞ്ഞത്. എരിപെരിന്ന് ഞാൻ വെച്ച് പെരിപെരി പോലെ തന്നെ ആയിരിക്കും. എരിപെരി എന്ന് പറഞ്ഞാൽ എരിപെരി തന്നെ കായ്സ്. എന്തൊരു എരുവാ, ഒരു ആ ഉണക്കമുളക് പിച്ചി മാന്തിട്ടിരിക്കണം. അതൊക്കെ എന്തൊരു എരുവാ. എൻ്റെ ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. അറേബ്യൻ പാലസിത്തെ എരിപെരി തിന്നിട്ടുണ്ടോ? ചിന്തരുത് കേട്ടോ, ഇത് കുളിക്കുന്നുണ്ട്. കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ മസാല ആണ്, ഇതിനാണ് കാശ്. എരിവുള്ള ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എരിപിരി കൂട്ടിക്കോ. ഞാൻ കോഴിക്കോട് വന്നിട്ട് ഫസ്റ്റ് കമ്പനിയായ 3 ആളിലൊരാളാട്ടോ സൂര്യ. ഞങ്ങൾ ഓട്ടോറിക്ഷ എപ്പോഴും കയറുമ്പോൾ ഫസ്റ്റ് ചോദിക്കുക, പരിചയപ്പെട്ടപ്പം മുതൽ ഞങ്ങളങ്ങനെ ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറാം. പൂവോ എത്ര ആവോ എന്നല്ല ചോദിക്കുക, ഗൂഗിൾ പേ ഉണ്ടോ.